സ്വാതന്ത്ര്യസമര സേനാനിയും സാമൂഹ്യ പരിഷ്കർത്താവും അകത്തേത്തറ ശബരി ആശ്രമ സ്ഥാപകനുമായ ടി.ആർ. കൃഷ്ണസ്വാമിയുടെ 135ാം ജന്മദിനത്തോടനുബന്ധിച്ച് താരേക്കാട് ടി.ആർ. കൃഷ്ണസ്വാമി പാർക്കിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്മാരക സമിതിയുടെ നേതൃത്വത്തിലാണ് താരേക്കാട് ടി.ആർ. കൃഷ്ണസ്വാമി പാർക്കിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ടി.ആർ. കൃഷ്ണസ്വാമിയുടെ പ്രതിമയിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം സമിതി ചെയർമാൻ എ. രാമസ്വാമി ഉദ്ഘാടനം ചെയ്തു. ടി.ആർ. കൃഷ്ണസ്വാമിയുടെ ജന്മദിനം നമ്മൾ ആചരിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ 125ാം ജന്മദിനം വിപുലമായ പരിപാടികളോടും നമ്മൾ നടത്തിയത്. അന്ന് വളരെ വാദ്യമാലത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ഛായാപടം വഹിച്ചുകൊണ്ട് നമ്മൾ ഫൈനാൻസ് സൊസൈറ്റികളിൽ വലിയ സമ്മേളനം നമ്മൾ നടത്തി. അതിനുശേഷം പിന്നീട് ഒരു തവണ വലിയ NPS നാരായണയുടെ പങ്കെടുത്തിട്ടുള്ള വലിയ ചർച്ചാ സമ്മേളനം കുറേ വർഷങ്ങളായി നമ്മൾ ഇത്തവണ ഇവിടെ സ്വാഗതം സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, ശബരി ആശ്രമത്തിൽ 2 ദിവസത്തെ പരിപാടി ഇന്നലെ പുതിയെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു വലിയ പരിപാടി നടത്തി. ആ പരിപാടികൾക്കൊക്കെ ചുക്കാൻ പിടിച്ചത് നമ്മുടെ ഗോപാലകൃഷ്ണൻ സാറും ശ്രീ ഗോപാലകൃഷ്ണ പണിക്കരും ഫാദർ വടക്കഞ്ചേരി ഉൾപ്പെടെയുള്ള ഗാന്ധിയൻ പ്രവർത്തകരാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ടി.ആർ. കൃഷ്ണസ്വാമി 1891 ഏപ്രിൽ 30-ാം തീയതി ജനിച്ച് നമ്മുടെ തിരുവിതാമലയ്ക്കടുത്ത പണിയൂർ ഗ്രാമത്തിലാണ്. ഹരിജൻ സേവാസംഘ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗാന്ധിജിയുടെ ആഹ്വാനം കേട്ട് സ്വന്തം സമുദായത്തിന്റെ ഭ്രഷ്ട് പോലും വകവയ്ക്കാതെ ഐത്തോച്ചാടന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി വക്കീൽ ജോലി ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷ് പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുകയും ഗുരുവായൂർ സത്യാഗ്രഹത്തിലും വൈക്കം സത്യാഗ്രഹത്തിലും പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്ത മഹത്തായ വ്യക്തിത്വമായിരുന്നു ടി.ആർ. കൃഷ്ണസ്വാമിയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എ. രാമസ്വാമി വ്യക്തമാക്കി. എം.എൻ. ഗോപാലകൃഷ്ണൻ, മോഹൻ ഐസക്, ഡോക്ടർ ജേക്കബ് വടക്കുംചേരി, എം.എൻ. സൈഫുദ്ദീൻ കിച്ചലു, ഷെനിൻ മന്നിരാട്, പൊന്നിൽ വേണു, കെ.എസ്. രാജഗോപാൽ മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.